ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹരിപ്രസാദ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, ഈ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി, അതിനുശേഷം എൻ്റെ തൊട്ടപ്പുറം കാണുന്ന ഒരു ബെൽ ബട്ടണും കൂടി അമർത്തി അതിൽ നിന്ന് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് എന്നോട് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് മുടി കൊഴിച്ചിലിന് എന്താണ് ഒരു പരിഹാരം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യം ആയതുകൊണ്ട് തന്നെയാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതായത് ഈയിടെയായിട്ട് ഇപ്പം എനിക്കും ഒരു നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് അതിനെയൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട, നമുക്ക് വീഡിയോയിലിട്ട് പോകും. അപ്പോൾ ഇത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. അതായത് ഇത് എല്ലാവരുടെയും വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു എല്ലാവരുടെയും വീട്ടിൽ തന്നെ കാണുന്ന ഒരു സംഭവമാണ് ഇത് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇപ്പം എല്ലാവരുടെയും വീട്ടിലും സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ കാണും. അപ്പോൾ അത് സ്പ്രേ ബോട്ടിലായിട്ടുള്ളവരുണ്ട്. അപ്പം ഇത്തരം സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ ഇത് തീർന്നത് കഴുകിയെടുത്ത് അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് സ്പ്രേ ബോട്ടിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് സ്പ്രേ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇങ്ങനെ അടിക്കാം. എന്നിട്ട് നമ്മൾ ഓരോ പാട്ടായിട്ട് നമ്മൾ ഓരോ പാട്ടായിട്ട് എടുത്തിട്ട് ഇത് നമ്മൾ ജസ്റ്റ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക. അത്രയും മാത്രം മതി. അതായത് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്യുക. ഇനി കുളിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം, സാധാരണഗതിയിൽ നമ്മളിത് ഷാമ്പു ഇട്ട് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഷാമ്പുവോ കണ്ടീഷണറോ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്മെല്ല് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു സംഭവം ഉപയോഗിക്കാം. ഇതിന് നല്ലൊരു സ്മെല്ലാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഉപയോഗിക്കാൻ പറയുന്നത്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഇത് പാരച്യൂട്ടിൻ്റെ ജാസ്മിൻ്റെ ഓയിലാണ്. ഇതിന് അത്യാവശ്യം നല്ലൊരു സ്മെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്കിയാണ്. അപ്പോൾ നമുക്ക് ഒരു എണ്ണ വെച്ചു എന്നൊരു ഫീൽ ഉണ്ടാവത്തുമില്ല, എന്നാൽ അതിൻ്റേതായ ഗുണങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഇതിനൊരു നല്ല സ്മെല്ലും ഉണ്ട്. അപ്പം ആ ഒരു നമ്മുടെ കഞ്ഞിവെള്ളം, അതായത് ഇപ്പോൾ പുളിച്ചൊരു കഞ്ഞിവെള്ളമാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് മാറിക്കിട്ടാനായിട്ടൊക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്ന് അറിയാം. കാരണം എല്ലാവർക്കും തന്നെ അറിയാം കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണമുള്ളത്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊരു സംഭവമാണ്. ഈ ഇടയായിട്ട് ഞാൻ മുടി വളരാൻ വേണ്ടി തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു എണ്ണ. ഇത് എൻ്റെ അമ്മ കാച്ചി തന്ന ഒരു എണ്ണയാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകവും വെളിച്ചെണ്ണയും മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു എണ്ണയാണ്. അപ്പോൾ ഈ ഒരു എണ്ണയും ആ ഒരു കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളവും ഈ ഒരു എണ്ണയും മാത്രമാണ് ഞാനിപ്പം മുടി കൊഴിച്ചിലിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മുടി കൊഴിച്ചിലിനും അതുപോലെ മുടി നല്ല കട്ടിയായിട്ട് വളരാനും ഒക്കെ സഹായകമാണ്. ഇപ്പം ഈ ഒരു എണ്ണ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു 1.5 ആഴ്ചയായി. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്രയും തീർന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം ഇപ്പം വേനൽക്കാലം കൂടിയാണ്. അപ്പം നന്നായിട്ട് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ മുടി കൊഴിച്ചിലിന് വേണ്ടി ഞാനിപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് മുമ്പോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും